ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെൻറ്റ് പേ ചെയ്യുമ്പോൾ, വാടക കൊടുക്കുമ്പോൾ അതിന് ഇൻകം ടാക്സിൽ കിട്ടുന്ന ഡിഡക്ഷനെ കുറിച്ചാണ്. സാലറീഡ് ആയിട്ടുള്ള ഒരാൾക്ക് HRA ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ബാധകമല്ല. അങ്ങനെ HRA കിട്ടാത്ത എംപ്ലോയ്മെൻറ്റിലുള്ള സാലറി ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന മറ്റുള്ളവർക്ക് കിട്ടുന്ന ഡിഡക്ഷനാണ് 80GG എന്ന സെക്ഷൻ പ്രകാരമുള്ള റെൻറ്റ് പേ ചെയ്യുന്നതിനുള്ള ഡിഡക്ഷൻ. ഇതിന് ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്ന് 5,000 റുപ്പീസ് പെർ മന്താണ് മാക്സിമം എമൗണ്ട് എലിജിബിലിറ്റി ഉള്ളത്. അതുപോലെ തന്നെ അയാളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 25% മുകളിൽ ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മൂന്നാമതായി അയാളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 10% മുകളിൽ കൊടുക്കുന്ന റെൻറ്റിനാണ് ഈ എലിജിബിലിറ്റി. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു 4 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ എൻ്റെ സാലറിയുടെ 10% എന്ന് പറയുമ്പോൾ 40,000 രൂപ. ഈ 40,000 മുകളിൽ ഞാൻ എത്ര റെൻറ്റ് കൊടുത്തു? ഞാൻ കൊടുത്തിരിക്കുന്ന റെൻറ്റ് 10,000 രൂപ വീതമാണ് ഒരു മാസത്തിൽ കൊടുക്കുന്നതെങ്കിൽ ഒരു വർഷത്തിൽ കൊടുക്കുന്ന എമൗണ്ട് 1,20,000 ആണ്. അപ്പോൾ 40,000 മുകളിൽ കൊടുത്തിരിക്കുന്ന 80,000 രൂപയ്ക്കാണ് ഈ എലിജിബിലിറ്റി ഉള്ളത്. അപ്പോൾ ഒരു കണ്ടീഷൻ പ്രകാരം ഈ 80,000 വന്നു. രണ്ടാമത്തെ കണ്ടീഷൻ 5,000 പെർ മന്താണ് എലിജിബിലിറ്റി ഉള്ളത്. അപ്പോൾ 12 മാസവും ഞാൻ വാടക കൊടുത്തിട്ടുണ്ടെങ്കിൽ 12 മാസത്തിൻ്റെ 5,000 രൂപ വീതം 60,000 രൂപ വരെ എലിജിബിലിറ്റി ഉണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ ടോട്ടൽ ഇൻകത്തിൻ്റെ 25%. എൻ്റെ ടോട്ടൽ ഇൻകം 4 ലക്ഷം രൂപയാണ്. അപ്പോൾ അതിൻ്റെ 25% എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ 60,000 രൂപ എന്നുള്ള ലിമിറ്റാണ് കുറവ്. അതായിരിക്കും ഈ 80GG എന്ന സെക്ഷൻ പ്രകാരം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഡിഡക്ഷൻ. ഇനി ഒരു കാര്യം കൂടി, എനിക്ക് അല്ലെങ്കിൽ എൻ്റെ സ്പൗസിൻ്റെ പേരിൽ അല്ലെങ്കിൽ മൈനറായിട്ടുള്ള കുട്ടിയുടെ പേരിൽ ഞാൻ സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഒരു വീട്, റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു വീടുണ്ടെങ്കിൽ ഈ ക്ലെയിമിന് എലിജിബിലിറ്റി ഇല്ല. അത്തരം സ്ഥലങ്ങളിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് എനിക്ക് വീടുണ്ട്, ഞാനത് എൻ്റെ താമസത്തിനാണ്, സെൽഫ് ഒക്യുപ്പൈഡ് ആണ് ആ വീട് എന്ന രീതിയിലാണ് കാണിക്കുന്നതെങ്കിലും എനിക്ക് ഇതിന് എലിജിബിലിറ്റി ഇല്ല. അപ്പോൾ എനിക്ക് മറ്റൊരു സ്ഥലത്ത് വീടുണ്ട്, അത് വാടകയ്ക്ക് കൊടുക്കുന്നു, എന്നിട്ട് ആ വാടക ഞാൻ എൻ്റെ ഇൻകമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എലിജിബിലിറ്റി നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്.